വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ, തിലാവത്ത് നടത്തുന്നതിൽ പുണ്യമുണ്ട്. ഓരോ ഹർഫിനും 10 കൂലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ സൂറത്തുകളും ഓരോ ആയത്തുകളും മനഃപ്പാഠമാക്കുന്നതിനും ഹിഫ്ള് ആക്കുന്നതിലും പ്രത്യേകതയുണ്ട്. എന്നാൽ കേവലം പാരായണം മാത്രം ആയി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുന്നുണ്ട്. യഖ്റുജു ഫീ ആഖിരി الزമാനി ഖൗമുൻ യഖറഊന അൽ-ഖുർആൻ ലാ യുജാവസു തറാഖീഹിം സിയമാഹും അത്ത്-തഹ്ലീഖു ഇദാ ലഖീതുമൂഹും ഫഖ്തുലൂഹും. അവസാന നാളിൽ ഒരു സമുദായം വരും. എന്താണ് അവരുടെ വിശേഷത? യഖറഊന അൽ-ഖുർആൻ, അവർ ഖുർആൻ പാരായണം ചെയ്യും. നിരന്തരം ഓതുന്ന ആളുകളായിരിക്കും, തിലാവത്ത് നടത്തുന്ന ആളുകളായിരിക്കും. പക്ഷേ ലാ യുജാവസു തുറാഖീഹിം സിയമാഹും അത്ത്-തഹ്ലീഖ്, അവരുടെ പാരായണം തൊണ്ടയിൽ നിന്ന് അടിയിലേക്ക് ഹൃദയത്തിലേക്ക് പോവുകയില്ല എന്നുള്ളതാണ്. അവരോതുന്ന ആയത്തുകളിലെ അർത്ഥം അവർക്ക് അറിയുകയില്ല എന്നുള്ളതാണ്. ഇദാ ലഖീതുമൂഹും ഫഖ്തുലൂഹും, അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ അവരെ കൊല്ലണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇത് ഖുർആൻ പഠിക്കുവാൻ വേണ്ടിയിട്ട് പഠിക്കാത്ത ആളുകൾക്കുള്ള ഗൗരവമാണ്. നാം ഓതുന്ന ആയത്തുകളിൽ ഒരായത്ത് ഓതുമ്പോൾ, ഉദാഹരണത്തിന് തഖ്വയെ കുറിച്ച് പരാമർശിക്കുന്ന ആയത്താണ് നാം ഓതുന്നതെങ്കിൽ ആ ആയത്ത് ഓതുന്നതോട് കൂടിയിട്ട് നമ്മുടെ മനസ്സിൽ ഈമാൻ വർദ്ധിക്കണം. അത് വർദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ്? ആ ആയത്തിൽ തഖ്വയെ കുറിച്ചാണ് പറയുന്നത് എന്ന് അറിയാത്തത് കൊണ്ടാണ്. തവക്കുലിനെ കുറിച്ച് ആയത്തുകൾ എമ്പാടുണ്ട്. ആ ആയത്തുകൾ പരാമർശിക്കുമ്പോൾ, ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈമാൻ, ഖുശൂഅ് വരാത്തത് എന്തുകൊണ്ടാണ്? ആ ആയത്തിൽ ആ വിഷയമാണ് പരാമർശിക്കുന്നത് എന്നും അറിയാത്തത് കൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കൽ അത് നിർബന്ധമാണ്. ഇന്നല്ലദീ ഫറദ അലൈക്കൽ ഖുർആൻ, സൂറത്തുൽ ഖസസിലെ 85-ാമത്തെ വചനം. എല്ലാവരും എടുക്കണം. സൂറത്തുൽ ഖസസിലെ 85-ാമത്തെ വചനം, 28-ാമത്തെ അധ്യായമാണ്. 28-ാമത്തെ അധ്യായം 85-ാമത്തെ ആയത്ത്. الذين فرض عليك القرآن إن الذي فرض عليك لرادوك إلى معاد قل ربي أعلم من جاء بالهدى ومن هو في ضلال مبين. إن الذين فرض عليك القرآن لرادوك إلى معاد ربي أعلم من جاء بالهدى ومن هو في ضلال مبين. إن الذي فرض عليك القرآن لرادك إلى معاد قل ربي أعلم من جاء بالهدى ومن هو في ضلال مبين. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത, ഓരോ ആയത്ത് പഠിക്കുമ്പോഴും അത് മുന്നിൽ കണ്ട് അത് ഒരാവർത്തി, രണ്ടാവർത്തി, മൂന്നാവർത്തി ഓതി അതിന്റെ അർത്ഥം പഠിച്ച് പിന്നീട് അടുത്ത ആയത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. 85-ാമത്തെ إن الذي فرض عليك القرآن إن
الذي فرض عليك القرآن لرادك إلى معاد قل ربي أعلم من جاء بالهدى ومن هو في ضلال مبين إن الذي فرض عليك القرآن لرادك إلى معاد قل ربي أعلم من جاء بالهدى ومن هو في ضلال مبين إن الذي فرض عليك القرآن അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറദ നിർബന്ധമാക്കിയിട്ടുണ്ട് അലൈക അൽ ഖുർആൻ നമ്മുടെ മേൽ ഖുർആൻ പഠിക്കൽ ലറാദുക ഇലാ മആദ് തിരിച്ചെത്തേണ്ട സ്ഥാനത്തേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഖുൽ നബിയെ പറയുക റബ്ബി എൻ്റെ റബ്ബ് അഅലമു മൻ ജാഅ ബിൽ ഹുദാ ആരാണ് സന്മാർഗത്തിലായിട്ടുള്ളത് എന്നും വമൻ ഹുവ ഫീ ളലാലിൻ മുബീൻ ദുർമാർഗത്തിൽ ആരാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നല്ലവണ്ണം അറിയാവുന്നു. ഇപ്പൊ നാം ഖുർആൻ പഠിക്കണം എന്നുദ്ദേശിക്കുമ്പോൾ അത് പഠിക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ആർക്കറിയാം? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. ഖുർആൻ ക്ലാസുകളിലേക്ക് പോകാതെ കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആരാണ്? ഖുൽ റബ്ബി അഅലമു ഏറ്റവും നല്ലവണ്ണം അറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇനി വിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് മാർഗദർശനമാണ് നൽകുന്നത്. സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്ത്. لنبلوكم شيء من خوف والجوع شهر رمضان 185 85 شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. ഇതിലെ ആദ്യ ഭാഗമാണ് നമുക്ക് പറയേണ്ടത്. شهر رمضان الذي أنزل شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان شهر رمضان റമളാൻ മാസം. എങ്ങനെയുള്ള റമളാൻ മാസം? എന്താണ് ആ റമളാൻ മാസത്തിലെ പ്രത്യേകത? അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ആ മാസത്തിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്നതാണ് റമളാൻ മാസത്തിലെ പ്രത്യേകത. റമളാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് ഇത്രയേറെ പവിത്രത റമളാൻ മാസത്തിൽ ലഭിച്ചിട്ടുള്ളത്.
ഹുദൽ ലിന്നാസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനം നൽകുവാൻ വേണ്ടി. ഉബയ്യിനാത്തിൻ, വിശദീകരണങ്ങളുണ്ട്, ധാരാളം കഥകളുണ്ട്, സംഭവങ്ങളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്, വസിയ്യത്തുകളുണ്ട്, എല്ലാം ഉണ്ട്. മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി നൽകുകയും ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. എന്താണ് സത്യം, എന്താണ് അസത്യമെന്ന് വൽ ഫുർഖാൻ ഖുർആന്റെ മറ്റൊരു പേരാണ്. ഒരു ഉപ്പ മകനോട് എങ്ങനെ പെരുമാറണം, ഒരു മകൻ ഉപ്പയെ എന്ത് വിളിക്കണം, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. യാ അബതി, യാ അബതി, എന്റെ പൊന്നുപ്പ എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ഉപ്പയെ വിളിച്ചിട്ടുള്ളത്. യാ ബുനയ്യ, എന്റെ പൊന്നു മകനെ എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ ഉപദേശിക്കുക. അതല്ലാതെ വേറെയുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ടല്ല മക്കളെ ഉപദേശിക്കുന്നത്. യാ ബുനയ്യ അഖിമിസ്സലാ, ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറയുന്നത് പൊന്നു മോനെ നമസ്കരിക്കണം എന്നുള്ളതാണ്. ഇനി വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക്, അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് സമാധാനമാണ്, ശമനമാണ്. സൂറത്തുൽ ഇസ്രായിലെ 82-ാമത്തെ വചനം, 17-ാം അധ്യായം 82. 17. وننزل من القرآن ما هو شفاء للمؤمنين ولا سورة الإسراء إلا خسارة. 82. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. وننزل من القرآن, ഖുർആനിൽ ചില കാര്യങ്ങൾ നാം ഇറക്കിയിട്ടുണ്ട്. മാ ഹുവ, എന്താണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്? ശിഫാഉൻ, ശമനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, കാരുണ്യവും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന, അത് പഠിക്കുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ശമനമുണ്ട്, കാരുണ്യമുണ്ട്. ധാരാളം പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് പഠിച്ച് അത് ജീവിതത്തിൽ ഉപകാരപ്പെടുത്തുമ്പോൾ മാത്രമാണ് വിശുദ്ധ ഖുർആൻ നമ്മളിലേക്ക് ശിഫാ ആയിട്ടുണ്ട് എന്ന് പറയുക. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സഹാബി, ആ സഹാബിക്ക് പാമ്പ് കടിയേറ്റു, മരിക്കുമെന്ന് ഉറപ്പിച്ച സന്ദർഭമാണ്. ആ സഹാബി അത്ഭുതത്തിൽ രക്ഷപ്പെട്ടു. മറ്റുള്ള സഹാബികൾ ആ സഹാബിയോട് ചോദിച്ചപ്പോൾ ആ സഹാബി പറഞ്ഞത്, സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅവ്വിദത്തൈൻ പഠിപ്പിച്ചിട്ടുണ്ട്.
ധാരാളം റുഖയ്യ ചെയ്യുവാനുള്ള ആയത്തുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ആയത്തുകളിൽ നിന്ന് ഞാൻ ഓതിയിട്ട് മന്ത്രിച്ച് അതിൽ നിന്ന് ഉപകാരം എടുത്തു എന്നുള്ളതാണ് ആ സഹാബി മറുപടി നൽകിയിട്ടുള്ളത്. ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ ആയത്തുൽ കുർസി നിരന്തരം ഓതിക്കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹി നമസ്കാര ശേഷം ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഅബിദതൈൻ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ കുല്ലി ശർരി. ധാരാളം പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉപകാരമുണ്ട്. പക്ഷെ അതെന്ത് ചെയ്യണം? ചുണ്ടിലൂടെ ഉച്ചരിക്കണം ഇൻഷാ അല്ലാഹ്. അതെല്ലാം നമുക്ക് ബോർഡിൽ എഴുതിക്കൊണ്ട് പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിനെ അവർക്ക് വളരെ എളുപ്പമാക്കി കൊടുക്കും. സൂറത്തുൽ ഖമറിലെ 17, 22, 32, 40 ഈ വചനങ്ങളിലെല്ലാം നമുക്കത് കാണുവാൻ സാധിക്കും. സൂറത്തുൽ ഖമർ 17-ാമത്തെ വചനം, 54-ാമത്തെ സൂറത്ത്. അൻപത്തിനാലാമത്തെ സൂറത്തിൽ 17, 22, 32, 40 എല്ലാം ഒറ്റായിട്ടാണ്. ولقد يسرنا القرآن للذكر فهل من مدكر. 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 സൂറത്തുൽ ഖമറിലെ 17, 22, 32, 40 എല്ലാ വചനവും ഒരേപോലെയാണ്. ആവർത്തിച്ച് പറയുകയാണ്. തീർച്ചയായും ആലോചിച്ച് മനസ്സിലാക്കുന്നതിന് ഖുർആൻ എളുപ്പമാക്കി തന്നിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ. പക്ഷേ ആലോചിച്ച് മനസ്സിലാക്കുവാൻ ആരാണ് തയ്യാറുള്ളത്? ഫഹൽ മിൻ മുദ്ദക്കിർ. ആരുണ്ട് തയ്യാർ? ആ ഒരു ചോദ്യത്തിന്റെ ഒരു മറുപടിയാകണം യഥാർത്ഥത്തിൽ നമ്മൾ. ഫഹൽ മിൻ മുദ്ദക്കിർ. ഞങ്ങളുണ്ട്, ഖുർആൻ പഠിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന തീരുമാനമാണ് ഇന്നു മുതൽ നമ്മൾ എടുക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ നിസായിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. 86-ാമത്തെ ആയത്ത്, സൂറത്തുൽ നിസായിലെ 86. أفلا يتدبرون القرآن. 86, 5, 8, 6 നിസായിലെ 8. നാലാമത്തെ. إذا حييتم بتحية فحيوا بأحسن منها أو ردوها إن الله 82. أفلا يتدبرون القرآن أفلا يتدبرون القرآن ولو كان من عند غير
كثيرا أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا أفلا يتدبرون القرآن നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? തദബ്ബുർ ചെയ്യുന്നില്ലേ? ചിന്തിക്കുന്നില്ലേ? തദബ്ബറ യതദബ്ബറു, തദബ്ബുർ, അതാണ് തദബ്ബുറുൽ ഖുർആൻ. ഖുർആനിനെ ചിന്തിച്ച് മനസ്സിലാക്കുക. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, ഈ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറ, ആ ഒരു ഖുർആനിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അൽഹംദുലില്ലാ, നമുക്ക് അല്ലാഹുവിന്റെ ആയത്തുകൾ ചിന്തിച്ച് മനസ്സിലാക്കുവാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ ഒരു പഠന ക്ലാസ് എന്നുള്ളത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, തദബ്ബുർ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോ ആയത്തുകളും നമുക്ക് പഠിക്കാം. ഒരു മുഅ്മിനിന് ഉണ്ടായിരിക്കേണ്ട 3 ഗുണങ്ങൾ സൂറത്തുൽ അൻഫാലിലെ 2-ാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ അൻഫാലിലെ 2-ാമത്തെ വചനം, 8-ാം അധ്യായം 2-ാം വചനം. സൂറത്ത് അൻഫാൽ. إنما المؤمنون الذين إذا ذكروا الله وجلت قلوبهم إنما المؤمنون الذين إذا ذكروا الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. ചിന്തിക്കേണ്ട ആയത്താണ്. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ ഇവർ മാത്രമാണ്. ശേഷം പറയുന്ന ഗുണങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ മാത്രമാണ് വിശ്വാസികൾ. ഇദാ ദുഃഖിറല്ലാഹ്, അവരുടെ 1-ാമത്തെ ഗുണമാണ് ഇദാ ദുഃഖിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച്, അല്ലാഹുവിനെ പറ്റി പരാമർശിച്ചാൽ, ഓർത്തു കഴിഞ്ഞാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുമെന്നുള്ളതാണ്, പേടിക്കുമെന്നുള്ളതാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, അവരോട് ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുമെന്നുള്ളതാണ്. നമസ്കാരത്തിൽ ധാരാളം ആയത്തുകൾ, സ്വർഗത്തെ കുറിച്ചുള്ള ആയത്തുകൾ, നരകത്തെ കുറിച്ചുള്ള ആയത്തുകൾ, നരകത്തിലെ ആളുകൾ അനുഭവിക്കുന്ന അവസ്ഥയെ കുറിച്ചുള്ള ആളുകൾ, ഖുദൂഹു ഫഖുല്ലൂഹു, നരകത്തിലേക്ക് വലിച്ചെറിയണം എന്ന ആയത്ത് ഓതുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ അവിടെ എന്താണ് പറഞ്ഞതെന്ന് അറിയണം. ആ ആയത്തുകളിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈമാൻ കൂടും. അതല്ലാതെ ഇമാമ് കരഞ്ഞത് കൊണ്ട് നമ്മൾ കാര്യമില്ല. ജസ്റ്റ് കണ്ണീര് മാത്രമേ പോകുള്ളൂ. മനസ്സ് തട്ടി വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, നമ്മുടെ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ അത് ആ ഓതുന്ന ആയത്തിന്റെ അർത്ഥം
നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅ മിൻ ഖശ്യത്തില്ലാഹ്. ആ ഒരു ഖുർആൻ പർവ്വതത്തിന്റെ മേലാണ് ഇറങ്ങിയത് എങ്കിൽ ആ പർവ്വതം പൊട്ടിപ്പിളരുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്തുകൊണ്ട്? അതിലെ അർത്ഥവും മറ്റുമെല്ലാം മനസ്സിലാക്കി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ പഠിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ഇന്നല്ലദീ ഫറദ അലൈക അൽ ഖുർആൻ നിർബന്ധമാണ്. ഈ മജ്ലിസിൽ വന്നിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മൾ അല്ലാഹുവിൻ്റെ ആളുകളാണ് എന്നുള്ളതാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്. ജനങ്ങളിൽ നിന്ന് ചില ആളുകൾ അല്ലാഹുവിനുണ്ട്. ഖാലു അമൻ ഹും യാ റസൂലല്ലാഹ്. ഖാല, ആരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടം? അഹ്ലുൽ ഖുർആൻ ഹും അഹ്ലുല്ലാഹി വഖാസ. അവർ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ആളുകളാണ്, അവർ അല്ലാഹുവിന്റെ ആളുകളാണ്, അവർ അല്ലാഹുവിനെ മാത്രമുള്ള ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച മുതൽ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങാം. നമ്മുടെ ക്ലാസ്സിന്റെ രീതി എന്നുള്ളത് വളരെ കുറച്ച് നേരം, അരമണിക്കൂർ ഏറിപ്പോയ 40 മിനിറ്റ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ക്ലാസ് വന്നു കഴിഞ്ഞാൽ ഈ ഓദിച്ചതുപോലെ ഓരോ ആയത്തുകൾ ഓദിപ്പിച്ച് ഓരോ ദിവസവും ഓരോ പ്രാർത്ഥന എന്ന രൂപത്തിൽ പഠിച്ച് ഒരു 2 ആഴ്ചത്തേക്ക് ഒരു ടാസ്ക് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ആ ടാസ്ക് പൂർത്തീകരിച്ച് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരിക. എല്ലാവരുടെ കയ്യിലും നോട്ട്ബുക്ക്, പേന ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പറയുന്ന പോയിന്റുകൾ അതിലേക്ക് എഴുതിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ തജ്വീദി വശങ്ങളും ഓരോ അക്ഷരങ്ങളുടെ മഖ്റജുകളും ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കേണ്ടതാണ്. മല്ലം യതഗന്ന ബിൽ ഖുർആനി ഫലൈസ മിന്നാ. ആര് വിശുദ്ധ ഖുർആൻ തജ്വീദ് അറിയാതെ പാരായണം ചെയ്തിട്ടുണ്ടോ, മണിക്കാതെ പാരായണം ചെയ്തിട്ടുണ്ടോ, ഫലൈസ മിന്നാ, അവർ എന്നിൽപ്പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ അക്ഷരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. വ്യക്തമാണ് പറഞ്ഞത്. ഒന്ന് ഖാഫാണ്, മറ്റൊന്ന് ക്യാഫ. രണ്ട് അക്ഷരങ്ങളല്ലേ, പക്ഷെ നമ്മുടെ ചുണ്ടിലൂടെ രണ്ടും ഒരേപോലെ വരുന്ന അവസ്ഥയുണ്ട്. ഖാഫ ആയാലും ക്യാഫ ആയാലും ക്യാഫ, രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട് സാധാരണ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അല്ലേ? അതർത്ഥം എന്താ? എൻ്റെ ഹൃദയം എന്നുള്ളതാണ്. പക്ഷേ ആ ഖാഫ് ക്യാഫായി മാറിയ എന്താ അർത്ഥമാണ്? അർത്ഥം അറിയില്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥയല്ല അവിടെ വരിക. അപ്പൊ അത്ര കണ്ട് പ്രാധാന്യം ഓരോ മഖ്റജിനും, ഓരോ അക്ഷരത്തിന്റെ മഖ്റജിനും എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹയിലൂടെ നാം പ്രഖ്യാപിക്കുന്നത് തൗഹീദാണല്ലേ. അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഖൽബ് എന്നുള്ളത് ഹൃദയം, ഖൽബ് എന്ന് പറഞ്ഞാൽ നായ. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥം മാറിയില്ലേ? സബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ അലാ ദീനിക്, നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് അക്ഷരം മാറിയാൽ എന്റെ നായ എന്നുള്ള അർത്ഥം വരും. അപ്പൊ അത്ര കണ്ട് മഖാരിജുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്തിന് എന്തുണ്ട്? പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ 5 നേരം നെഞ്ചിൽ കെട്ടി നാം പ്രഖ്യാപിക്കുന്നത് തൗഹീദാണ്. പക്ഷെ നമ്മുടെ ചില അശ്രദ്ധ മൂലം തൗഹീദ് നേരെ ശിർക്ക് പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനെ പുകഴ്ത്തി, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞാൻ നിന്നോട് മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു.
മേലെ മേലെ ആ അവിടെ ഇയ്യാക്ക എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ യാഇന്റെ മുകളിൽ ഒരു ഷദ് കാണാൻ സാധിക്കും അല്ലെ? ഇയ്യാക്ക ഇയ്യാക്ക എന്ന് അർത്ഥം എന്താ? മാത്രം എന്നുള്ളതാണ്. ഇയ്യാക്ക നിന്നോട് മാത്രം ഞങ്ങൾ നഅബുദു ആരാധിക്കുന്നു, ഇയ്യാക്ക നിന്നോട് മാത്രം സഹായം തേടുന്നു. പക്ഷെ അവിടെ ആ ഷദ് ഉച്ചരിക്കാതെ ഇയ്യാക്ക ഇയ്യാക്ക എന്ന് പറഞ്ഞ എന്താ അർത്ഥം വരാം? ഇയൻ എന്ന് പറഞ്ഞാല് സൂര്യൻ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാല് സൂര്യൻ. മൻഹല് അറബിക് ഡിക്ഷണറി അതിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. ഈ ആക്ക എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ സൂര്യനോട് നടത്താൻ, നിന്റെ സൂര്യനോട്. സൂറത്തുൽ ഫാത്തിഹ നെഞ്ചു കെട്ടി അള്ളാഹുവോട് പറയാണ് ഈ ആക്കാൻ ആബുദ്, നിന്റെ സൂര്യനോട് ഞാൻ ആരാധിക്കുന്നു. നെഞ്ചു കെട്ടിട്ട് തൗഹീദ് പറഞ്ഞ സ്ഥാനത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ശിർക്കാണ്. അതുകൊണ്ട് അത് തജ്വീദ് വശങ്ങൾ കൃത്യമായിക്കൊണ്ട് പഠിക്കണമെന്നുള്ളതിന് ഉദാഹരണമാണ്. അതിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വാലിഹത്തായ ഒരു കർമ്മമായി ഈ ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا تقبل منا اللهم ربنا تقبل منا اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وأقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب واستغفروه إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. നമ്മൾ ഈ ക്ലാസ് പിന്നെ 7:30 മണിക്ക് തന്നെ ആണല്ലോ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തിൽ ആർക്കും പ്രയാസമൊന്നും ഇല്ലാതെ വിചാരിക്കുന്നത്. പ്രത്യേകം സ്ത്രീകൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ സമയം സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവുന്നതാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ ഞായറാഴ്ച അല്ല, വരുന്ന ഞായറാഴ്ച അല്ല, അതിൻ്റെ അടുത്ത ഞായറാഴ്ച പിന്നെ 7:30 മണിക്ക് നമുക്ക് ക്ലാസ് ഉണ്ടാവും. പിന്നെ ഞായറാഴ്ചക്ക് വേണം എന്നൊക്കെ ഉള്ളത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഇപ്പോൾ ഏതായാലും നമ്മൾ 15 ദിവസം കൂടുന്നതാണ് തീരുമാനിച്ചിട്ടുള്ളത്. 7:30 മണിക്ക്. ഇപ്പോൾ സമയത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ അത് പറയുക. പിന്നെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് ഇനിയും ധാരാളം ആളുകളിലേക്ക് എത്തിക്കണം, നമ്മുടെ അയൽവാസികളിലേക്കും നമ്മുടെ സ്നേഹിതന്മാരിലേക്കൊക്കെ. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുക. പിന്നെ എല്ലാവരെയും നമ്പറൊന്നും തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പിന്നെ ഈ ക്ലാസ്സിന് വേണ്ടി മാത്രമുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ ക്ലാസ് റെക്കോർഡ് ചെയ്ത് അതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അസ്സലാമു അലൈക്കും നമ്പർ